ഹായ്. അപ്പോൾ ലാലേട്ടൻ ദേഷ്യപ്പെടുന്ന പോലെ പ്രൊമോ ആണ് ഇറങ്ങി പോവാതിരിക്കണം. എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം. പുറത്ത് പോകാനുള്ളവർക്ക് മാല ഇടാൻ പറഞ്ഞ് കാണും. അപ്പം അവർക്ക് പറ്റണ പോലെ അവർക്ക് ഇടാം. അല്ലാണ്ട് അയ്യോ ഞാൻ ഇടൂലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ 2 ദിവസം എപ്പിസോഡ് ഒരേ ദിവസമാണ് ചെയ്യണത്. അത് നിങ്ങളൊക്കെ എല്ലാവരും ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ലാലേട്ടൻ അങ്ങനെയല്ല, അത്രയും മണിക്കൂർ നിന്നിട്ടാണ് ആ ഷോ നടത്തുന്നത്. അപ്പോൾ അവർക്കും ഒരു വിഷമം എന്താക്കല്ലേ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യൂല ലാലേട്ടൻ, ഞാൻ ഇടൂലേട്ടൻ പറഞ്ഞ് കാണും. അത് കാരണം അനുമോൾ കരഞ്ഞും കാണും, അനുമോൾ പോകൂലേട്ടൻ വേണ്ടേട്ടൻ പറഞ്ഞ് കാണും, നല്ല കിട്ടിയും കാണും. അപ്പോൾ അതായത് പറഞ്ഞാൽ അനുമോൾക്കും നൂറയ്ക്ക് കാണും ഇതൊക്കെ പറഞ്ഞ് കാണും. ചിലപ്പോൾ ഇവർ മാത്രം ചെയ്ത് കാണും, ചിലപ്പോൾ വേറെ ആരും ചെയ്ത് കാണൂല. എന്താണ് സംഭവം അറിയില്ല. ഇത്രയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി നന്നായിട്ട് ഇവർ ഇടാണ്ട് ആ ഗെയിം അത് ഇടാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കും, മണിക്കൂർ കണക്ക് നിന്ന് കാണും. അപ്പോൾ ലാലേട്ടനും ദേഷ്യമായി കാണും. നിങ്ങളെന്നാൽ ചെയ്യട്ടെ പൊക്കോന്നൊക്കെ പറഞ്ഞ് നല്ലോണം ദേഷ്യം വിട്ടിട്ടാണ് ഇറങ്ങിപ്പോണേ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ആഴ്ച ഇനി വരുവാൻ ചാൻസില്ല, ഇറങ്ങിപ്പോയില്ല, ഇനി വരാൻ ചാൻസില്ല. ചിലപ്പോൾ അടുത്ത ശനിയാഴ്ച നമുക്ക് കാണാം. ഇനിയിപ്പോൾ നൂറ് പറയാൻ പറ്റില്ല, വരാതെ ഇരിക്കില്ലായിരിക്കും. പിന്നെ നൂറേനെ അയക്കണ്ടേ, എന്നാലും എങ്ങനെ അയക്കും? ബിഗ് ബോസ് അയച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? വരാതെ ഇല്ല. അവിടെ ചിലപ്പോൾ പുറത്ത് വെച്ച് കാണാറില്ലേ, ഇല്ല അകത്ത് വന്ന് കൈയൊക്കെ കൊടുത്ത് പറഞ്ഞ്. അപ്പോൾ തന്നെ നൂറേനോട് ബിഗ് ബോസ് പറയും പുറത്തേക്ക് വരാൻ പറയും. എന്നിട്ട് ലാലേട്ടൻ അവിടെ നിൽക്കും, വന്ന് നമ്മളെ കാണിക്കും, പക്ഷെ അവരെ കാണിക്കില്ലായിരിക്കും. എനിക്കത് തോന്നണേ. ഇവർ മര്യാദയ്ക്ക് കളിക്കില്ല. ഗെയിം പറഞ്ഞാൽ എന്ത് സാധനം കൊടുത്താലും ഇവർ കണ്ടുപിടിക്കണം, കോളാക്കി കയ്യിൽ കൊടുക്കണം.